കണ്ടൽക്കാടുകളാൽ നിബിഡമായിരുന്ന ഈ ഭൂമി പെട്ടെന്നാണ് മതിൽക്കെട്ടിനുള്ളിലാകുന്നത്. കണ്ടൽ നിറഞ്ഞതും ഒരു ഭാഗം കൃഷിഭൂമിയുമായിരുന്ന ഇവിടം വേഗത്തിലാണ് ഈ സ്ഥിതിയിലെത്തിയത്. കൊച്ചി സ്വദേശികളായ രണ്ടുപേരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഭൂമി. 2 മാസത്തോളമായി കായലിൽ നിന്ന് ട്രഡ്ജ് ചെയ്തെടുത്ത മണ്ണാണ് അനധികൃതമായി ഇവിടം നികത്താൻ ഉപയോഗിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയം മുതലെടുത്താണ് നികത്തൽ കാര്യമായി നടന്നത്. അരുക്കുറ്റി പഞ്ചായത്തിന്റെ 13 വാർഡിലും വ്യാപകമായ രീതിയിലാണ് നിലനിർത്തൽ നടക്കുന്നത്. അനധികൃതമായിട്ട് 10 സെന്റ് സ്ഥലം വാങ്ങിക്കുക, എന്നിട്ട് 1/2 ഏക്കർ സ്ഥലം നികത്തുക. കേരള നെൽവയൽ തണ്ണീർത്തട നിയമം ലംഘിച്ച് നികത്തുന്നുവെന്ന് കാട്ടി അരുക്കുറ്റി വില്ലേജ് ഓഫീസർ നികത്തൽ നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഉത്തരവിന് യാതൊരു വിലയും കൽപ്പിച്ചില്ലെന്ന് വില്ലേജ് ഓഫീസർ തന്നെ പറയുന്നു. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് മെമ്മോ പതിച്ച് നടത്തി. 2 കക്ഷികളുടെ പേരിലുള്ള പ്രോപ്പർട്ടിയാണ്. അതിൽ ഒരെണ്ണത്തിന് സ്റ്റോപ്പ് മെമ്മോ പതിച്ച് നടത്തി, ഒരാളിന് നേരിട്ടും കൈമാറിട്ടു. ഉത്തരവിന്റെ പകർപ്പ് കൃഷി ഓഫീസർക്ക് നൽകിയെങ്കിലും നടപടിയെടുത്തില്ലെന്നും പരാതിയുണ്ട്. പ്രശ്നത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധമുയർന്നെങ്കിലും പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളടക്കമുള്ളവരുടെ ഇടപെടൽ ഭൂമിയുടെ ഉടമയ്ക്ക് സഹായകരമായെന്ന് ആക്ഷേപമുണ്ട്. വേമ്പനാട് കായലിന്റെ തീരപ്രദേശങ്ങളിൽ അരുക്കുറ്റി ഭാഗങ്ങളിൽ നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ അനധികൃത നികത്തൽ നടക്കുമ്പോഴും അധികാരികൾ കണ്ടില്ലെന്ന ഭാവം നടിക്കുകയാണ്. ക്യാമറ പേഴ്സൺ മാഹിനൊപ്പം യു ഷൈജു, മീഡിയ 1 ആലപ്പുഴ.